നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവുകളുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളുടെ ഓർമ്മ ഒന്ന് പുതുക്കുകയുണ്ടായി. പ്രധാനമായിട്ടും വേവ് ആയിട്ട് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ചിത്രം, വേവിൻ്റെ ഷേപ്പായിട്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രം എന്താണ്, അതിൻ്റെ ഫിസിക്കൽ മീനിങ്, ഇതൊക്കെയാണ് മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ വേവിൻ്റെ ഇക്വേഷൻ യഥാർത്ഥത്തിൽ ആരുടെ ചലനത്തിൻ്റെ ഇക്വേഷൻ ആണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചിരുന്നത് മെക്കാനിക്കൽ വേവിൻ്റെ ഒരു ചിത്രമായിരുന്നു. മെക്കാനിക്കൽ വേവിന് പേര് സൂചിപ്പിക്കുന്ന പോലെ സഞ്ചരിക്കാൻ ഒരു മെക്കാനിക്കൽ മീഡിയം ആവശ്യമുണ്ട്. മെക്കാനിക്കൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനുകളുടെ രൂപത്തിലാണ് വേവിൻ്റെ എനർജി മീഡിയത്തിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയത്തിലൂടെ ഈ വരച്ചിരിക്കുന്ന ദിശയിൽ വേവ് പോകുന്ന സമയത്ത് നമ്മൾ ആ വേവിനെ ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യും. ഈ റിപ്രസെൻറ്റേഷൻ്റെ അർത്ഥം ഇതിൽ ഈ വരയുടെ മുകളിലൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ പാർട്ടിക്കിളും മുകളിലേക്കും താഴേക്കുമായിട്ട് ഓസിലേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ ചില പാർട്ടിക്കിൾസ് ഇപ്പം മീൻ പൊസിഷൻ ഓഫ് ഓസിലേഷനിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക, അവിടെ അവർക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ചിലത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പം നടത്തിയിട്ടുണ്ടാവുക. ചിലത് ഇപ്പോൾ വരയ്ക്കുന്നത് പോലെയുള്ള ചിലത് നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും ഈ ഇൻസ്റ്റൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ഇപ്പോഴത്തെ പൊസിഷനുകൾ ചേർത്ത് വരച്ചാൽ കിട്ടുന്ന കർവിനെയാണ് ഇപ്പോഴത്തെ സ്ഥാനം ചേർത്ത്, ഈ പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെയാണുള്ളത്, ഈ പാർട്ടിക്കിൾ ഇവിടെയാണുള്ളത്, ഇങ്ങനെ പാർട്ടിക്കിൾസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനങ്ങൾ ചേർത്ത് വരച്ചാൽ കിട്ടുന്ന കർവാണ് വേവിൻ്റെ ഷേപ്പായിട്ട് നമ്മൾ വരച്ചിരുന്നത്. ഹാർമോണിക് വേവുകളുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. അതിനുള്ള കാരണവും മനസ്സിലായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഓരോ പാർട്ടിക്കിളും മുകളിലേക്കും താഴേക്കും സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേവിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് y=a sin ωt എന്ന രീതിയിലൊക്കെ നമ്മൾ എഴുതുന്നത് യഥാർത്ഥത്തിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ, അത് ഏതുമാവാം, ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ ടി എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷനാണ്. ഉദാഹരണത്തിന് ഇത് ഈ പാർട്ടിക്കിളിൻ്റെ ഈ ഇക്വേഷൻ, ഈ പാർട്ടിക്കിളിൻ്റെ ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇൻസ്റ്റൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് y, ഇതാണ്, ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന മുകളിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y എന്ന് പറയുന്നത്. അതിനുള്ള ഇക്വേഷനാണ് വേവിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഡിസ്കഷൻ നമ്മൾ വീണ്ടും ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഡിസ്കഷൻ, ഈ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്കഷൻ ഇനി ഒന്നും കൂടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിലുള്ള ഈ മീഡിയത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ ഈ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നത്. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നടത്തും. പിന്നെ അത് സീറോ എന്ന് പറയുന്ന സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള മീൻ പൊസിഷനിലും, പിന്നീട് ഇത് മുകളിലേക്ക് പോകും. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ, അതായത് ആംപ്ലിറ്റ്യൂഡിൽ എത്തിയ ശേഷം വീണ്ടും അത് തിരിച്ച് താഴേക്ക് പോകും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ മീൻ പൊസിഷൻ അബൌട്ടായിട്ട് മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ പാർട്ടിക്കിളും അങ്ങനെ മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്യുന്നു. എന്നാൽ വേവ് സഞ്ചരിക്കുന്നത് ആ ഓസിലേഷൻ്റെ ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ വേവ് സഞ്ചരിക്കുന്നത് വലത്തോട്ടാണ്, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എല്ലാം ഓസിലേറ്റ് ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കുമായിട്ടാണ്. അതായത് വേവ് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദിശയിലാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഈ കേസിൽ ഓസിലേറ്റ് ചെയ്യുന്നത്. അത്തരം ഒരു വേവിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ എന്നാണ് ട്രാൻസ്വേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ചില വേവുകൾ മെക്കാനിക്കൽ വേവുകൾ സഞ്ചരിക്കുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ വേവ് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കും താഴേക്കും ആയിക്കൊള്ളുന്നില്ല. വേവ് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പാരലൽ ആയിട്ട് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്ന തരം വേവുകളുണ്ട്. വേവ് വലത്തോട്ടാണ്, ഈ വേവ് വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത്. മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ സഹായത്തോടു കൂടിയാണ് വേവ് സഞ്ചരിക്കുന്നത്. എന്നാൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഈ കേസിലെ പോലെ മുകളിലേക്കും താഴേക്കും, വേവ് വലത്തോട്ട് പോകുമ്പോൾ പാർട്ടിക്കിൾസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കും താഴേക്കുമാണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കേസിലും വേവ് വലത്തോട്ട് തന്നെ സഞ്ചരിക്കുന്നത്. പക്ഷേ മീഡിയത്തിലെ പാർട്ടിക്കിൾ മുകളിലേക്കും താഴേക്കുമല്ല, അവ വേവ് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പാരലായിട്ട് മുന്നോട്ടും പിന്നോട്ടുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അത്തരം വേവുകളെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾ എന്ന് വിളിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി അടുത്തായിട്ട് ലൈറ്റിന്റെ കേസിൽ ഈ പറഞ്ഞ ഐഡിയകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്.
ഇത് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമുള്ള തരം വേവുകളുടെ കേസാണ് ഇത്ര സമയം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈറ്റിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമൊന്നുമില്ല. മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഇതുപോലെയുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതോ ആയ വൈബ്രേഷന്റെ ഫലമായിട്ടല്ല ലൈറ്റ് വേവ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത്. അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, വൈദ്യുത കാന്തിക തരംഗമാണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ് പ്രപ്പോസ് ചെയ്ത വേവ് നേച്ചർ ഓഫ് ലൈറ്റിൽ ഈതർ പാർട്ടിക്കിൾസിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള വൈബ്രേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് സയന്റിസ്റ്റുകൾക്ക് അറിയാം അത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അതിന് മീഡിയവും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഓസിലേഷനും ലൈറ്റിന്റെ കേസിൽ വരുന്നില്ല. പിന്നെ എന്താണ് ലൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചർ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈദ്യുത കാന്തിക തരംഗം എന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു സാധാരണ വേവിനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ പൊസിഷനുകൾ കൂട്ടി യോജിപ്പിച്ചാൽ വരയ്ക്കുന്ന, അതായത് മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഇപ്പോഴത്തെ സ്ഥാനം കൂട്ടി സ്ഥാനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചാൽ കിട്ടുന്ന കർവാണ് വേവിന്റെ ഷേപ്പായിട്ട് വരയ്ക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അതായത് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സിന്റെ അറ്റങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രാൻസ്വേഴ്സ് വേവിനെ വരയ്ക്കും. ലൈറ്റ് വരയ്ക്കുമ്പോഴും ഇതേപോലെ ചില വെക്ടേഴ്സിന്റെ ടിപ്പുകളെയാണ് കണക്ട് ചെയ്യുന്നത്. അത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് അല്ല എന്ന് മാത്രം. പിന്നെ എന്ത് വെക്ടേഴ്സ് ആണ്? ലൈറ്റിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തോട്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദിശയാണ് ഇതെങ്കിൽ ഈ പാത്തിലെ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ആണെന്ന് എനിക്കറിയാം. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് വിചാരിക്കാം. അതിന് തൊട്ടടുത്ത പോയിന്റിൽ കുറച്ചും കൂടെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡ്, 0 അല്ലാത്തൊരു ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ അടുത്ത പോയിന്റിൽ കുറച്ചും കൂടെ വലിയ ഇലക്ട്രിക് ഫീൽഡ്, അതിനടുത്ത് കുറേം കൂടെ വലിയ ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ അത്ര വലിപ്പമില്ലാത്തൊരു ഇലക്ട്രിക് ഫീൽഡ്, വീണ്ടും വലിപ്പം കുറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, അടുത്ത പോയിന്റിൽ 0 ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് വിചാരിക്കും. ഇനി ഇതേപോലെ ബാക്കിയുള്ള സ്പേസിലെ ബാക്കിയുള്ള പോയിന്റുകളിൽ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ ക്രമമായിട്ട് കൂടി വരികയും പിന്നെ അതേ ക്രമത്തിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതേപോലെ സ്പേസിലെ അടുത്ത പോയിന്റുകളിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇതേപോലെ ക്രമമായി കൂടി വരികയും പിന്നെ അതേ ക്രമത്തിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇതെല്ലാം ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സാണ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിന്റെ എല്ലാം കൂടെ ടിപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു പാറ്റേൺ, ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വരയ്ക്കുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക് വേവ് കിട്ടി. ഇവിടെ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറുകളുടെ ടിപ്പുകൾ കണക്ട് ചെയ്തപ്പോഴാണ് വേവിന്റെ ആ എൻവലപ്പാണ് വേവിന്റെ ഷേപ്പ് എങ്കിൽ, ഇവിടെ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്ത് മീഡിയത്തിലെ വ്യത്യസ്ത പോയിന്റുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിന്റെ ടിപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു വേവ് കിട്ടിയത്. ഇത്തരം ഒരു വേവിനെ നമുക്ക് ഇലക്ട്രിക് വേവ് എന്ന് വിളിക്കാം. അപ്പൊ ഇലക്ട്രിക് വേവില് മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ അല്ല വേവിന് കാരണക്കാരനായിരിക്കുന്നത്, എനർജി ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. പകരം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ട് ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആണ്. അവയുടെ കൂടലിനും കുറയലിനും ഒരു ക്രമമുണ്ട്. തോന്നിയ പോലെ കൂടുകയും കുറയുകയല്ല, ഒരു ക്രമത്തിൽ അതിങ്ങനെ കൂടി വരുന്നു, പിന്നെ അതേ ക്രമത്തിൽ കുറഞ്ഞു വരുന്നു, പിന്നെ ഒരു ക്രമത്തിൽ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടി വരികയും കുറയുകയും ചെയ്യുന്നു, പിന്നെ വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിൽ കൂടുകയും കുറയുകയും ചെയ്യും. ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് ഒരു റെഗുലാരിറ്റി, വ്യത്യസ്ത പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഒരു റെഗുലാരിറ്റി ഉണ്ടായ പോലെ ഒരു കൃത്യത ഇവിടെയുമുണ്ട്. ഇനി ഇതേ സമയം തന്നെ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ കാരണമുണ്ടായ ഇലക്ട്രിക് വേവ് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഓരോ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് വെച്ചാൽ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വേറെയും കുറച്ച് വെക്ടറുകളെ ഞാൻ വരയ്ക്കുകയാണ് ഇതേ ഓർഡറിൽ. എന്ന് വെച്ചാൽ എപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നത് ആ സമയത്ത് ഞാൻ ഈ പുതുതായിട്ട് വരയ്ക്കുന്ന വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. എപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടി വരുന്നത് ആ സമയത്ത് ഈ വരയ്ക്കുന്ന പുതിയ വെക്ടറുകളും കൂടി വരികയാണ്. പിന്നെ ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കുറയുമ്പോൾ ഈ പുതിയ വെക്ടറും കുറഞ്ഞു വരും.
ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളുടെ ദിശ എവിടെയൊക്കെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വരയ്ക്കുന്ന ഈ വെക്ടറുകളും ദിശ മാറുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇനി ബോർഡിന്റെ ഉള്ളിലേക്കാണ്, ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബോർഡിന്റെ ഉള്ളിലേക്കാണ് ഈ വെക്ടറുകളൊക്കെ വരയ്ക്കുന്നത്. അതേപോലെ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വാല്യൂ 0 ആണ്. അതോടൊപ്പം ഈ പുതുതായിട്ട് വരച്ച ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറുകളുടെയും വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളുടെ ദിശ ഇവിടെ നെഗറ്റീവിൽ നിന്നും ഇവിടെ പോസിറ്റീവായി മാറി. അപ്പോൾ പുതുതായിട്ട് വരയ്ക്കുന്ന ഈ വെക്ടറുകളുടെയും ദിശ ബോർഡിന്റെ ഉള്ളിലേക്കുള്ള അവസ്ഥ എന്നുള്ളതിൽ നിന്ന് ബോർഡിന്റെ പുറത്തേക്കുള്ള അവസ്ഥ എന്നതിലേക്ക് മാറി. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ 0 ആണ്, അവിടെ പുതുതായിട്ട് വരച്ച വെക്ടറിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. ഇനി നമ്മൾ ഈ പുതുതായിട്ട് വരച്ചിരിക്കുന്ന വെക്ടറുകളുടെ ടിപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കർവ്, നേരത്തെ നമ്മൾ ഇലക്ട്രിക് വേവ് വരച്ച പോലെ ഒരു പുതിയ വേവ് വരയ്ക്കാം. ആ പുതിയ വേവിന്റെ എൻവലപ്പ് എന്ന് പറയുന്നത് ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബോർഡിന്റെ പുറത്തേക്കും ബോർഡിന്റെ ഉള്ളിലേക്കുമാണുള്ളത്. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്തുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 2 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ, യഥാർത്ഥത്തിൽ 3 ഡയമെൻഷൻ ആണ്, 2 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയേ പറ്റുകയും. ഈ പുതിയ വെക്ടേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആണ്. ബോർഡ് എന്ന് പറയുന്ന പ്രതലത്തിൽ മുകളിലേക്കും താഴേക്കും കൂടുകയും കുറയുകയും ചെയ്യുന്ന ഈ വെക്ടേഴ്സ് എല്ലാം ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബോർഡിന് പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന വെക്ടറുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുകൾ. ആ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുകളുടെ വേരിയേഷൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളുടെ അതേ വേരിയേഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മാക്സിമം ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും മാക്സിമം ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ 0 ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നെഗറ്റീവ് ഡയറക്ഷനിൽ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ബോർഡിന്റെ പുറത്തേക്കായിരുന്നു അവർ നേരത്തെ ഉണ്ടായിരുന്നു, അത് ബോർഡിന്റെ ഉള്ളിലേക്ക് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷന്റെ അതേപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷനും നടക്കുന്നത് എന്ന രീതിയിലാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് 2 വേവ്സ് ആയി. ഒന്ന് ബോർഡ് എന്ന് പറയുന്ന പ്രതലത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വേവ്. രണ്ടാമത്തത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് വേവ്. ബോർഡിന്റെ മുകളിലാണ് ഇലക്ട്രിക് വേവ് വരയ്ക്കുന്നതെങ്കിൽ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ് ഈ ഹാഫ് വരച്ചിരിക്കുന്നത്. ആ ഹാഫ് ഈ പോയിന്റിൽ എത്തുമ്പോൾ ബോർഡിലേക്ക് കയറും. എന്നിട്ട് ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്പുറത്തേക്ക്, ബോർഡ് തുളച്ച് അപ്പുറത്തേക്കാണ് ഈ ഹാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും തമ്മിലുള്ള ഈ ആംഗിൾ, നമ്മൾ ഈ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയാണ്. എന്നാൽ വേവ് സഞ്ചരിക്കുന്ന ദിശ നോക്കൂ. ഈ 2 വേവുകളും കൂടെ കൂടിച്ചേർന്ന് സഞ്ചരിക്കുന്ന ദിശ നോക്കൂ. ഈ 2 വേവുകളും സഞ്ചരിക്കുന്നത് വലത്തോട്ടാണ്. അപ്പൊ ഇത്തരം 2 വേവുകൾ കൂടിച്ചേർന്ന് സഞ്ചരിക്കുമ്പോഴാണ് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അത് ഇലക്ട്രിക് വേവ് ഉണ്ട്, മാഗ്നറ്റിക് വേവ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു കോമ്പിനേഷനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവില്, ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവില് ഒരു ഇലക്ട്രിക് വേവും ഉണ്ട്, അതിനോടൊപ്പം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതേ സമയത്ത് തന്നെ സഞ്ചരിക്കുന്ന ഒരു മാഗ്നറ്റിക് വേവും ഉണ്ട്. ഏതെങ്കിലും ഇൻസ്റ്റന്റിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതേ ഇൻസ്റ്റന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കൊരു, ഞാൻ ഈ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ഏറ്റവും ലളിതമായ സ്ട്രക്ചറുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെയാണ് ഇപ്രകാരം വരച്ചിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഒരു ഇലക്ട്രിക് വെക്ടർ ഉണ്ടാവും, അതേ ഇൻസ്റ്റന്റിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് വെക്ടർ ഉണ്ടാവും. ഈ 2 പേരും ഒരേ സമയം ഈ 2 പേർക്കും ഒരേ സമയം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ് ഇവിടെ വെക്ടറുകൾ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഒരു മെക്കാനിക്കൽ വേവുമായിട്ടുള്ള ഇവിടുത്തെ വ്യത്യാസം, ഇവിടെ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റിപ്രസെന്റ് ചെയ്യുന്ന വെക്ടേഴ്സ് അല്ല ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ല വരച്ചിരിക്കുന്നത്, പകരം ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിന്റെ വേരിയേഷൻ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ ഒരേ സമയം ഒരു ഇലക്ട്രിക് വേവ് ഉണ്ടാവും, അതേസമയം ഒരു മാഗ്നറ്റിക് വേവ് ഉണ്ടാവും, പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത്. 2 പേരും ഒരേ ഫേസിലാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ വാല്യൂ മാക്സിമം വന്ന സമയത്ത് മറ്റേയാളുടെ വാല്യൂ മാക്സിമം ആണ്. ഒരാൾ പോസിറ്റീവ് വാല്യൂ കാണിക്കുന്ന സമയത്ത് മറ്റേ വേവിലെ വെക്ടറും പോസിറ്റീവ് ആണ്. ഒരാൾ ദിശ മാറുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ദിശ മാറുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ദിശ മാറുന്നുണ്ട്. ഒരു വെക്ടറിന്റെ വാല്യൂ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വാല്യൂ 0 ആവുന്ന അതേ പോയിന്റിൽ, അതേ ഇൻസ്റ്റന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ വാല്യൂ 0 ആവുന്നുണ്ട്. അത്തരം ഒരു വേരിയേഷനെയാണ് ഒരേ ഫേസിലുള്ള വേരിയേഷനുകൾ, അത്തരം വേരിയേഷനുകളെയാണ് ഒരേ ഫേസിലുള്ള വേരിയേഷനുകൾ എന്ന് വിളിക്കുന്നത്.
ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് വേവും മാഗ്നറ്റിക് വേവും ഒരേ ഫേസിലുള്ള രണ്ട് വേവുകളാണ്. ഇവയുടെ കോമ്പിനേഷനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഓക്കെ, നമ്മളിനി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വേവിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിപ്രസെന്റേഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വേവിലെ ഇലക്ട്രിക് വേവ് മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇലക്ട്രിക് വേവ് മാത്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ അതിലെ വെക്ടേഴ്സിനൊക്കെ റിപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ വരച്ച പോലത്തെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ, ഏറ്റവും സിമ്പിൾ സ്ട്രക്ചറുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് വേവിനെ മാത്രം വരച്ചു കഴിഞ്ഞാൽ ബോർഡ് എന്ന് പറയുന്ന പ്രതലത്തിൽ, ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ അതിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയൊക്കെ റിപ്രസെന്റ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനൊക്കെ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ, പ്ലെയിനിൽ റിപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രതലത്തിൽ മാത്രമാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് വേവ്സ് നിൽക്കുന്നതെങ്കിൽ, ഒരു പ്രതലത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷനുകൾ സംഭവിക്കുന്നതെങ്കിൽ, അത്തരം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ പോളറൈസ്ഡ് അല്ലാത്ത വേവുകളും ഉണ്ട്. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് അല്ലാത്ത ഒരു വേവിനെ പോളറൈസ്ഡ് വേവാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് വേവിന്റെ റിപ്രസെന്റേഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഏറ്റവും സിമ്പിൾ അല്ലാത്ത തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യേണ്ടി വരും, അത് മനസ്സിലാക്കാനായിട്ട് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഇമാജിൻ ചെയ്യാം. ഇതൊരു പേപ്പർ ആണെന്ന് വിചാരിക്കാം, ഒരു ഷീറ്റ് ആണെന്ന് വിചാരിക്കാം, ഷീറ്റ് ഓഫ് പേപ്പർ. അതിന്റെ നടുവിലായിട്ട് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ലൈറ്റിനെ അത് എമിറ്റ് ചെയ്യുന്നു. മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒറ്റ ഫ്രീക്വൻസി ഉള്ള വേവിനെ മാത്രമാണ് ഈ സോഴ്സ് എമിറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് നേരിട്ട് നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് ലൈറ്റ് നേരിട്ട് വരികയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണിലേക്ക് ലൈറ്റ് ഈ സോഴ്സിൽ നിന്ന് നേരിട്ട് വരുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകൾ, ഇപ്പോൾ വേവിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളെ കാണാനുള്ള കഴിവ് നമ്മളുടെ കണ്ണിനുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനെയും ഒന്നും വേർതിരിച്ച് കാണാനുള്ള കഴിവൊന്നുമില്ല, ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ലൈറ്റ് കണ്ണിൽ പതിക്കുന്ന ഒരു ഒബ്സർവർ, ഈ ലൈറ്റ് കണ്ണിലേക്ക് ഒരു ഒബ്സർവർക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ആദ്യം ചെറിയൊരു സീറോ ഇലക്ട്രിക് ഫീൽഡിനെ കാണാം, പിന്നെ അതിനുശേഷം ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ കാണാം, അതിന് പിന്നാലെ അതിനുശേഷം ഒരു കുറച്ചും കൂടെ വലിയ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ കാണാം, അതിനുശേഷം വേറൊരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ സീറോ ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ സൈസിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളെ ഈ വ്യത്യസ്ത പോയിന്റുകളിലായിട്ട് ഇയാൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ കാണാനുള്ള കഴിവ് ഇയാൾക്ക് ഉണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ ഇയാൾ കാണുന്ന വേരിയേഷൻ, ഇദ്ദേഹം കാണുന്ന വേരിയേഷൻസ് മുഴുവൻ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിലുള്ള വ്യത്യസ്ത സൈസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകൾ മാത്രമാണ്. ഓരോ ഇൻസ്റ്റന്റിൽ ഓരോ വലിപ്പമുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയാണ് ഇദ്ദേഹത്തിന് കാണാൻ പറ്റുക. ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിങ്ങളാണ് എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഇൻസ്റ്റന്റിൽ നിങ്ങൾ ഈ സോഴ്സിലേക്ക് നോക്കുമ്പോൾ സോഴ്സിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആദ്യത്തെ ഇൻസ്റ്റന്റിൽ നിങ്ങൾ ഈ സോഴ്സിലേക്ക് നോക്കുമ്പോൾ, ഈ സോഴ്സിനെ ഞാനൊരു പോയിന്റ് ആയിട്ട് എടുക്കാം. സോഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു വെക്ടറാണ് കാണുന്നതെന്ന് വിചാരിക്കാം. അടുത്ത ഇൻസ്റ്റന്റിൽ അതിന്റെ വലിപ്പം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാവും. അടുത്ത ഇൻസ്റ്റന്റിൽ അതിന്റെ വലിപ്പം വീണ്ടും കൂടിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ വലിപ്പം, ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വലിപ്പം കുറഞ്ഞു, പിന്നെ വീണ്ടും കുറഞ്ഞു, പിന്നെ വീണ്ടും കുറഞ്ഞ് സീറോ ആയി മാറി. അതിന്റെ അടുത്ത ഇൻസ്റ്റന്റിൽ ഈ സോഴ്സ് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അടുത്ത ഇൻസ്റ്റന്റിൽ വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ വലിപ്പം കൂടി, അടുത്ത ഇൻസ്റ്റന്റിൽ നെഗറ്റീവ് ഡയറക്ഷനിൽ വീണ്ടും വലിപ്പം കൂടി, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം സൈസായി വെക്ടറിന്, എന്ന് വെച്ചാൽ വെക്ടർ അതിന്റെ ആംപ്ലിറ്റ്യൂഡിലെത്തി. ഇനി അടുത്ത ഇൻസ്റ്റന്റിൽ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് വേവിലെ ഇലക്ട്രിക് വെക്ടർ കുറച്ചും കൂടി ചെറുതായിരിക്കും നെഗറ്റീവ് ഡയറക്ഷനിൽ, പിന്നെ വീണ്ടും ചെറുതാവും, പിന്നെ വീണ്ടും ചെറുതാവും, അവസാനം സീറോ ആവും, പിന്നെ പോസിറ്റീവ് ഡയറക്ഷനിൽ വീണ്ടും ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഈ രൂപത്തിൽ വലിപ്പം കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന, ദിശാക്രമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ നിങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാനുള്ള കഴിവുണ്ടെങ്കിൽ. ഓക്കെ, ഇത്തരം ഒരു വേവ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണ്. കാരണം ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എല്ലാം ഇങ്ങനെ കുത്തനെ, ഇവിടെ ഇദ്ദേഹമാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എല്ലാം ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ, പ്രതലത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ് ഈ വെക്ടേഴ്സ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സോഴ്സിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അതൊരു സ്പെഷ്യൽ കേസാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇൻ ജനറൽ ഒരു സോഴ്സ് പുറപ്പെടുവിക്കുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് അല്ല. പിന്നെ എങ്ങനെയുള്ള ലൈറ്റാണ് പുറപ്പെടുവിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ഈ സോഴ്സിലേക്ക് തന്നെ വരിക.
നമ്മൾ ഈ സോഴ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ല എമിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോഴ്സ് എസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ല എമിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഇൻസ്റ്റന്റിൽ നിങ്ങൾ കാണുന്ന ലൈറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ വരയ്ക്കുന്നില്ല, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മാത്രമാണ് വരയ്ക്കുന്നത്. അടുത്ത ഇൻസ്റ്റന്റിൽ ഇതേ ദിശയിൽ ആയിക്കോളുന്നില്ല ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ടാവുക, അത് മറ്റൊരു ദിശയിലായിരിക്കും, ഇങ്ങനെ മറ്റൊരു ദിശയിലായിരിക്കും. വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവാം, മറ്റൊരു ദിശയിൽ കുറച്ചും കൂടെ വലിപ്പം കൂടിയ ഒരു വെക്ടർ. അതിനടുത്ത ഇൻസ്റ്റന്റിൽ ഈ ദിശയിൽ ആയിക്കോളുന്നില്ല ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ടാവുക, അത് മറ്റൊരു ദിശയിൽ കുറച്ചും കൂടെ വലിപ്പം കൂടിയ വെക്ടർ ആയിരിക്കും. അതിന്റെ അടുത്ത ഇൻസ്റ്റന്റിൽ എന്ന് വെച്ചാൽ ഇതിന് പിന്നാലെ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈ ദിശയിൽ ആയിക്കോളുന്നില്ല, അത് മറ്റൊരു ദിശയിൽ വലിപ്പം കുറച്ചും കൂടെ കുറഞ്ഞിട്ടുള്ള, വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം, ഇവിടെയും വരച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഒരു ക്രമത്തിലാണെങ്കിൽ പോലും ദിശയ്ക്ക് ഒരു ക്രമമില്ല. ആദ്യത്തേത് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ടായി, പിന്നെ ഇങ്ങോട്ടായി. ഇനി അടുത്തായിട്ട് പുറപ്പെടുവിക്കുന്നത് ഇതിനേക്കാൾ വലിപ്പം കുറവായിരിക്കണം, അത് പക്ഷേ മറ്റൊരു ദിശയിലാണ്. ഇനി വരുന്നത് വേറൊരു ദിശയിൽ ഇതിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരാളാണ്. അടുത്തത് സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണ്, സീറോ ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ അടുത്തതായിട്ട് വീണ്ടും കുറച്ച് വലിപ്പമുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് വരണം, അത് മറ്റൊരു ദിശയിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കുറച്ചും കൂടെ വലിപ്പം കൂടും, അത് വേറൊരു ദിശയിൽ. പിന്നെ ഉണ്ടാവുന്നത് മറ്റൊരു ദിശയിലായിരിക്കാം, അത് കുറച്ചും കൂടെ വലിപ്പം കൂടിയത്. പിന്നെ ഉണ്ടാവുന്നത് വേറെ ദിശയിൽ വലിപ്പം കുറച്ചും കൂടെ കുറഞ്ഞത്. ഇങ്ങനെ വ്യത്യസ്ത ദിശകളിലായിരിക്കും ഓരോ ഇൻസ്റ്റന്റിലും പുറപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഒരു സാധാരണ സോഴ്സിൽ നിന്നും പുറത്തു വരുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ കണ്ണിൽ പതിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാവും, ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെയാണ് പുറപ്പെട്ടെങ്കിൽ അടുത്ത ഇലക്ട്രിക് ഫീൽഡ് വേറൊരു പ്ലെയിനിലാണ് കിടക്കുന്നത്, അതിന്റെ അടുത്ത ഇലക്ട്രിക് ഫീൽഡ് കുത്തനുള്ളൊരു പ്ലെയിനിലാണ് കിടക്കുന്നത്, അതിനുശേഷം ഉണ്ടായത് ഇങ്ങനെയുള്ളൊരു പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓരോ ഇൻസ്റ്റന്റിലും പുറത്തു വരുന്ന ഇലക്ട്രിക് വേവ്സിന്റെ ഇലക്ട്രിക് വേവ്സിലെ ഇലക്ട്രിക് ഫീൽഡുകൾ ഓരോ വ്യത്യസ്ത പ്ലെയിനുകളിലാണ് കിടക്കുന്നത്. എന്നുവെച്ചാൽ 360 ഡിഗ്രിയിൽ കിടക്കുന്ന വ്യത്യസ്ത പ്ലെയിനുകളിലൂടെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എല്ലാം വ്യത്യസ്ത ഇൻസ്റ്റന്റുകളിൽ പുറത്തു വരുന്നത്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ വ്യത്യസ്ത ഇൻസ്റ്റന്റുകളിൽ വ്യത്യസ്ത വലിപ്പമുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവയെല്ലാം ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഈ കേസിൽ അങ്ങനെയല്ല. ഇത്തരം ഒരു ലൈറ്റിനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല വൈബ്രേഷനുകൾ. ഓക്കെ, സാധാരണ സോഴ്സുകളെല്ലാം ഇത്തരം അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റുകളെയാണ് പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ ഇനി ഉള്ള ഉദ്ദേശം എങ്ങനെ ഇങ്ങനെയുള്ള ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി, ഇങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷനുകൾ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോളറൈസ്ഡ് വേവ് ആക്കി മാറ്റാം എന്നുള്ളത് കണ്ടുപിടിക്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര സമയം പറഞ്ഞത് നമുക്ക് വെക്ടേഴ്സിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് വെക്ടേഴ്സിനെ കാണാനുള്ള കഴിവ് കണ്ണിനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചയെ പറ്റിയിട്ടാണ് ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം ഈ ജാഗ്രത കാണുന്ന എല്ലാം വ്യത്യസ്ത ഇൻസ്റ്റന്റുകളിൽ ഒരു സോഴ്സിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സാണ്. വെക്ടർ റെസൊല്യൂഷനെ പറ്റിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഏതൊരു വെക്ടറിനെയും അതിൻ്റെ കോമ്പണന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാം. കോമ്പണന്റുകളിൽ പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കലായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കോമ്പണൻസ് ഓഫ് എ വെക്ടർ ആണ് റെക്ടാങ്കുലർ കോമ്പണൻസ് എന്നറിയപ്പെടുന്നത്. അതായത് ഏതൊരു വെക്ടർ എടുത്താലും, ഇപ്പോൾ ഇങ്ങനെ ഈ ദിശയിലൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിനെ എക്സ് ദിശയിലുള്ള ഒരു കോമ്പണന്റ് ആയിട്ടും വൈ ദിശയിലുള്ള മറ്റൊരു കോമ്പണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് ഇത് എയുടെ എക്സ് കോമ്പണന്റ് ആണ്, ഇത് എയുടെ വൈ കോമ്പണന്റ് ആണ്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനൊരു വെക്ടർ വരയ്ക്കുന്നതിന് പകരം നമുക്ക് ഇത് രണ്ടും വരച്ചാൽ മതി. ആ ഒറ്റ സിംഗിൾ വെക്ടറിന്റെ സ്ഥാനത്ത് എക്സ് ദിശയിലും വൈ ദിശയിലുമുള്ള അതിന്റെ കോമ്പണന്റ് വരച്ചാൽ മതി. ഒന്നുകിൽ ഇപ്പം മായ്ച്ചു കളഞ്ഞ വെക്ടർ മാത്രം വരയ്ക്കുക, അല്ലെങ്കിൽ അവയുടെ കോമ്പണന്റുകൾ മാത്രം വരയ്ക്കുക. ഒരു വെക്ടറിനെ അതിന്റെ കോമ്പണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് പേരെയും റെക്ടാങ്കുലർ കോമ്പണൻസ് എന്ന് വിളിക്കുക, കാരണം അവയുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. എക്സ് കോമ്പണന്റിന്റെയും വൈ കോമ്പണന്റിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ രണ്ട് കോമ്പണന്റുകളെ റെക്ടാങ്കുലർ കോമ്പണൻസ് ഓഫ് ദി വെക്ടർ എന്ന് വിളിക്കും. അതുകൊണ്ട് റെക്ടാങ്കുലർ കോമ്പണന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന റെസൊല്യൂഷനെ റെക്ടാങ്കുലർ റെസൊല്യൂഷൻ എന്നും പറയും. റിസോൾവ് ചെയ്യാന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നർത്ഥം. നമ്മൾ ഈ ഡയഗ്രത്തിലുള്ള ഓരോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയും ഇതേപോലെ റെക്ടാങ്കുലർ കോമ്പണന്റുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ഷീറ്റ് ഓഫ് പേപ്പറാണ്, അതിന്റെ നടുവിലാണ് സോഴ്സ് കിടക്കുന്നത്. അതേ ഡയഗ്രം തന്നെയാണ് ഒരിക്കൽ കൂടെ വരയ്ക്കാൻ പോകുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് വരയ്ക്കാം. ഇതേ ഷീറ്റ് ഓഫ് പേപ്പർ, അതിൽ സോഴ്സ് ഓഫ് ലൈറ്റ്, അതേ സോഴ്സ് ഓഫ് ലൈറ്റ് എസ് ഉണ്ട്, ചെറിയൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്.
മോണോക്രോമാറ്റിക് സോഴ്സിനാണ് എമിറ്റ് ചെയ്യുന്നത്. അത് ആദ്യം എമിറ്റ് ചെയ്തിരുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇതാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ അതിനെ വേണമെങ്കിൽ അതിനെ മാത്രമായിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഇതിനെ വരയ്ക്കുന്നതിന് പകരം നേരത്തെ നമ്മൾ കണ്ടു ഇങ്ങനെ ഒരു വെക്ടർ വരയ്ക്കുന്നതിന് പകരം എ എന്ന് പറഞ്ഞ വെക്ടർ വരയ്ക്കുന്നതിന് പകരം അതിന്റെ എക്സ് കോമ്പണന്റും വൈ കോമ്പണന്റും മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ഇതിനെ മായ്ച്ച് കളയണം. ഇപ്പൊ അത് വരയ്ക്കുന്ന ഈ മായ്ച്ച് കളഞ്ഞ വെക്ടറിന് പകരമാണ് ഈ രണ്ടുപേരും ബോർഡിലുള്ളത്. അതേപോലെ ഈ വെക്ടറിന് എന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന വെക്ടറിനെ ഒരു എക്സ് കോമ്പണന്റും ഉണ്ട്, ഒരു വൈ കോമ്പണന്റും ഉണ്ട്. ഇത് രണ്ടും വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഈ ഡയഗ്രത്തിൽ ഓരോ ഇൻസ്റ്റന്റിലും എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളുടെ എല്ലാം എക്സ് കോമ്പണന്റും വൈ കോമ്പണന്റും വരയ്ക്കാം. ഇതിന്റെ എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ് വരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കാം. ഇങ്ങനെയാണുള്ളത്. അതിന് ഒരു എക്സ് കോമ്പണന്റ് ഉണ്ട്, ഇതാണ് അതിന്റെ എക്സ് കോമ്പണന്റ്. അതിന് ഒരു വൈ കോമ്പണന്റ് ഉണ്ട്, ഇതാണ് അതിന്റെ വൈ കോമ്പണന്റ്. ഇത് രണ്ടും വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ മായ്ച്ചു കളയാം. ഇതേപോലെ ഇതിനകത്ത് എത്ര വെക്ടേഴ്സിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ആ വെക്ടേഴ്സിനെ എല്ലാം എക്സ് കോമ്പണന്റുകളും വൈ കോമ്പണന്റുകളും ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഈ ഭാഗത്തുള്ള ഇങ്ങനെയുള്ളൊരു വെക്ടറാണ് എടുക്കുന്നതെങ്കിലോ ഇങ്ങനെയുള്ളൊരു വെക്ടർ എടുക്കുന്നത് നമുക്ക് ഇവിടെ വരച്ചു വെക്കാം. ഇങ്ങനെയൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ഒരു കോമ്പണന്റ് ഉണ്ട്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും ഒരു കോമ്പണന്റ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്ന വെക്ടറുകൾക്കെല്ലാം പോസിറ്റീവ് വൈ ഡയറക്ഷനിലും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് കോമ്പണന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ്, എന്താ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിൻ എടുത്തിട്ട് അതിനെ ഇങ്ങനെ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്ത് ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന വേവുകൾക്കെല്ലാം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും പോസിറ്റീവ് വൈ ഡയറക്ഷനിലുമാണ് റെക്ടാങ്കുലർ കോമ്പണന്റുകൾ ഉണ്ടാവുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന വേവുകൾക്കെല്ലാം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും പോസിറ്റീവ് വൈ ഡയറക്ഷനിലുമാണ് കോമ്പണന്റുകൾ ഉണ്ടാവുക. തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന വെക്ടറുകൾക്കെല്ലാം ഇങ്ങനെയാണ് വെക്ടർ വരുന്നതെങ്കിൽ ഇവിടെ വരുന്ന വെക്ടറുകൾക്ക് നെഗറ്റീവ് വൈ ഡയറക്ഷനിലും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് കോമ്പണന്റുകൾ ഉണ്ടാവുക. ഫോർത്ത് ക്വാഡ്രന്റിലാണ് വെക്ടർ വരുന്നതെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന വെക്ടറുകൾക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും നെഗറ്റീവ് വൈ ഡയറക്ഷനിലുമാണ് കോമ്പണന്റുകൾ റെക്ടാങ്കുലർ കോമ്പണന്റുകൾ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഇവിടെയുള്ള ഓരോ വെക്ടറിനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ കുറേ കോമ്പണന്റുകൾ കിട്ടും, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ കുറേ കോമ്പണന്റുകൾ കിട്ടും, പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ കുറേ കോമ്പണന്റുകൾ കിട്ടും, നെഗറ്റീവ് വൈ ഡയറക്ഷനിലും കുറേ കോമ്പണന്റുകൾ കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഈ വെക്ടറുകളായിട്ട് തന്നെ കാണാനുള്ള കഴിവുണ്ട് എന്ന് അസ്യൂം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റിയത്. ഇനി നമുക്ക് മറ്റൊരു കഴിവ് കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വെക്ടറുകളെ കാണുന്നതിന് പകരം അവയുടെ റെക്ടാങ്കുലർ കോമ്പണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണാനുള്ള കഴിവ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു ദൃശ്യമാണ് ഈ പേപ്പറിൽ നിന്നും പുറത്തു വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതേ ദൃശ്യം ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്കാണ്, വേവുകൾ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ലൈറ്റ് വേവ് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ആ ലൈറ്റ് വേവിനെ കാണുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ റെക്ടാങ്കുലർ കോമ്പണൻസിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഡയഗ്രാം ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന റെക്ടാങ്കുലർ കോമ്പണൻസ് ആണ് ഇവിടെ. ഇവിടെ എക്സ്, ഇത് എക്സ് കോമ്പണന്റ് ആണ്, ഇത് വൈ കോമ്പണന്റ് ആണ്. വൈ ഡാഷ് ആണ് വൈ കോമ്പണന്റുകൾ, എക്സ് ഡാഷ് ആണ് എക്സ് കോമ്പണന്റുകൾ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എക്സ് ആണ്, ഇത് എക്സ് ഡാഷ് ആണ്, ഇവിടെ വൈ ആണ്, ഇത് വൈ ഡാഷ് ആണ്. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. വൈ എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ ഈ ബോക്സിന്റെ അടിവശത്താണ് സോഴ്സ് ഉള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് ലൈറ്റിനെ അയക്കുന്നു. നിങ്ങൾ ഈ സോഴ്സ് ഉൾക്കൊള്ളുന്ന ഈ പ്ലെയിനിനെ എന്ന് വെച്ചാൽ ഈ ഷീറ്റ് ഓഫ് പേപ്പറിനെ, അതായത് ഈ ബോക്സിനെ ഇങ്ങനെ 90 ഡിഗ്രി തിരിക്കാന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ ഇങ്ങനെയാണ് നിങ്ങൾ നേരിട്ട് നോക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ 90 ഡിഗ്രി തിരിക്കാന്ന് വിചാരിക്കുക. അതോടൊപ്പം നിങ്ങൾ അവിടെ പോയിട്ടാണ് നോക്കുന്ന വിചാരിക്കുക. അപ്പൊ ലൈറ്റ് എങ്ങോട്ടാ സഞ്ചരിക്കാം? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൈറ്റ് നിങ്ങളുടെ അടുത്തേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് 90 ഡിഗ്രി ഈ സോഴ്സിനെ തിരിച്ചു കഴിഞ്ഞാൽ, സോഴ്സ് നിൽക്കുന്ന പ്ലെയിനെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിട്ട് മാറും. അതോടൊപ്പം ലൈറ്റ് ഇങ്ങനെ ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇനി ഈ ലൈറ്റിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് പോയി നിൽക്കണം. നിങ്ങൾ അവിടെ പോയി നിൽക്കുക എന്ന് വിചാരിക്കുക. ആ ഡയഗ്രമാണ് ഞാൻ ഇനി ബോർഡിൽ വരയ്ക്കാൻ പോകുന്നത്.
അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ ഇങ്ങനെ തിരിച്ചപ്പം ഈ നിങ്ങളുടെ അടുത്തേക്ക് നേരത്തെ വന്നിരുന്ന ലൈറ്റ് ഇപ്പം ഇത് തിരിക്കണതനുസരിച്ച് അങ്ങോട്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അവിടെ നിങ്ങൾ പോയി നിന്നാൽ ഈ ലൈറ്റിനെ കാണാം. നിങ്ങളുടെ കണ്ണാണ് ഇതെന്ന് വിചാരിക്കും. ഇത് അങ്ങോട്ടുള്ള ലൈറ്റിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നിങ്ങൾ വെക്ടറുകളെ കാണും. ഈ നേരത്തെ വരച്ച എക്സ് കോമ്പണന്റുകളെയും വൈ കോമ്പണന്റുകളെ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ടാണ്. നമ്മൾ ഈ താഴെയുള്ളതിനെ വൈ ഡാഷ് എന്നും മുകളിലുള്ളതിനെ വൈ എന്നും വിളിക്കും. എക്സ് കോമ്പണന്റുകളെ നിങ്ങൾ ഇനി എങ്ങനെയാണ് കാണുക? ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കും ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് എക്സ് കോമ്പണന്റുകൾ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ എക്സ് കോമ്പണന്റുകൾ ഇപ്പം ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കും ഉള്ളിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് 2 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇത് എക്സ്, ഇത് എക്സ് ഡാഷ് എന്ന് പറഞ്ഞ് വരയ്ക്കേണ്ടി വരും. ഇതാണ് എക്സ് വരിക, ഇത് എക്സ് ഡാഷ് എന്ന് പറഞ്ഞ് വരയ്ക്കേണ്ടി വരും. ഈ ഒരു കാര്യം ഇനി അങ്ങോട്ടും ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ ഡയഗ്രാം കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കും ഉള്ളിലേക്കുമുള്ള എക്സ് കോമ്പണന്റുകളെ, അതായത് എക്സ് ഡാഷ് ഡയറക്ഷനിലുള്ള എക്സ് കോമ്പണന്റുകളെ നമ്മൾ ഇനി മുതൽ ഡോട്ടുകളായിട്ട്, കുറച്ച് കട്ടിയുള്ള ഡോട്ടുകളായിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കും ബോർഡിന്റെ ഉള്ളിലേക്കും ഉള്ള ഓസിലേഷനുകളാണ് എന്നാണ് ഈ ഡോട്ടിന്റെ അർത്ഥം. അപ്പോൾ ഈ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്നും നമ്മളുടെ കണ്ണിനടുത്തേക്ക് വരുന്ന വേവുകളെ നമ്മൾ വെക്ടറുകളായിട്ട് കാണാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നു. ആ വെക്ടറുകളെ അവയുടെ എക്സ് ആൻഡ് വൈ കോമ്പണന്റുകളായി സ്പ്ലിറ്റ് ചെയ്ത് കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിലേക്ക് വരുന്ന ഈ സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ നമ്മൾ ഇനി മുതൽ ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ വൈ കോമ്പണന്റുകളും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് കോമ്പണന്റുകളായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അതിൽ എല്ലാ ദിശകളിലുമുള്ള ഓസിലേഷനുകളുണ്ട്. മാത്തമാറ്റിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ അവയെ എക്സ് കോമ്പണന്റുകളും വൈ കോമ്പണന്റുകളായിട്ട് റിസോൾവ് ചെയ്ത് അവയെ മാത്രം കാണുന്ന രൂപത്തിലാക്കിയതാണ്. ഇങ്ങനെ വരച്ചതിന്റെ അർത്ഥം എക്സ് ആൻഡ് വൈ കോമ്പണന്റുകൾ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ മാത്രമേ ഓസിലേഷൻ ഉള്ളൂ എന്നല്ല, എല്ലാ ദിശകളിലും ഓസിലേഷൻ ഉണ്ട്. ആ എല്ലാ ദിശകളിലുമുള്ള ഓസിലേഷനുകളുടെ മാത്തമാറ്റിക്കൽ ഈക്വലന്റ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓരോ ദിശയിലുമുള്ള ഏത് ദിശയിലുമുള്ള വെക്ടറിനെയും എക്സ് ആൻഡ് വൈ കോമ്പണന്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ള മാത്തമാറ്റിക്കൽ റൂളാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിൽ വൈ ഡയറക്ഷനിലുള്ള കോമ്പണന്റുകളും എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണന്റുകളുടെയും സമ്മാണ് ഉള്ളത് നമുക്കറിയാം. അതിൽ വൈ ഡയറക്ഷനിലുള്ള കോമ്പണന്റുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണന്റുകൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണന്റുകൾ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കി വൈ ഡയറക്ഷനിലുള്ള കോമ്പണന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വൈ ഡയറക്ഷനിലുള്ള കോമ്പണന്റുകൾ മാത്രമേ ലൈറ്റിലുള്ളൂ എങ്കിൽ ആ കോമ്പണന്റുകൾ ഒരു ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ മാത്രമായിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ലൈറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇപ്പം ആലോചിച്ചാൽ മനസ്സിലാവും ഈ ലൈറ്റിനെ എങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ് ആക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എക്സ് കോമ്പണന്റുകളെ മാത്രമായിട്ട് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ നടത്തുന്ന കോമ്പണന്റുകൾ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കോമ്പണന്റുകളുള്ള വെക്ടറിന്റെ കോമ്പണന്റുകളുള്ള ഒരു വേവിനെ കിട്ടും. അപ്പോൾ അതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അതുമല്ലെങ്കിൽ വൈ കോമ്പണന്റുകളെ മാത്രം ഒഴിവാക്കുക. വൈ കോമ്പണന്റുകൾ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ കിടക്കുന്ന എക്സ് കോമ്പണന്റുകൾ മാത്രമുള്ള ഒരു വേവിനെ, എക്സ് കോമ്പണൻസ് മാത്രമുള്ള ഇലക്ട്രിക് ഫീൽഡോട് കൂടിയ ഒരു വേവിനെ കിട്ടും. അതും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇതിലൊരു ടെക്നിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഏതെങ്കിലും ഒരു തരം വെക്ടറുകളെ അബ്സോർബ് ചെയ്യുന്ന ഒരു വസ്തു ഉപയോഗിച്ചാൽ മതി. ഒന്നുകിൽ വൈ കോമ്പണന്റുകളെ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ് കോമ്പണന്റുകളെ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. അതിനുപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു ക്രിസ്റ്റലാണ് ടൂമലിൻ ക്രിസ്റ്റൽ. ആറൊന്നും പ്രൊനൗൺസ് ചെയ്യാറില്ല, ടൂമലിൻ ക്രിസ്റ്റൽ എന്നാണ് വായിക്കുക. ഈ ടൂമലിൻ ക്രിസ്റ്റലിന് ബെൻസീൻ റിങ്ങിന്റെ ഒക്കെ ഒരു ഷേപ്പാണ് 2 ഡയമെൻഷനൽ ആയിട്ട് വരച്ചാണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവും. അത് 2 ഡയമെൻഷനൽ അല്ല, 3 ഡയമെൻഷനൽ ആണ്. 2 ഡയമെൻഷനൽ ആയിട്ട് നേരിട്ട് അതിന്റെ ആ സർഫസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. പക്ഷെ യഥാർത്ഥത്തിൽ അത് 3 ഡയമെൻഷനൽ ആണ്. അതിന് കുറച്ച് തിക്നെസ് കൂടിയുണ്ട്. അപ്പൊ ഇതാണ് ടൂമലിൻ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ. ഇതിന് ഒരു പർട്ടിക്കുലർ ആക്സിസ്, കുറെ ആക്സിസുകൾ ഉണ്ട്. അതിലൊരു പർട്ടിക്കുലർ ആക്സിസ് എ ബി,
AB എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആക്സിസ് എന്ന് വെച്ചാൽ അതിന്റെ മുകളിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ ആക്സിസിനെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് അല്ലെങ്കിൽ പാസ് ആക്സിസ് ഓഫ് ദ ക്രിസ്റ്റൽ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രിസ്റ്റല് നമ്മൾ ഈ അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പാതയിൽ വെക്കുകയാണ് എന്ന് വിചാരിക്കുക. അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പാതയിൽ ഇങ്ങനെയുള്ള ഒരു ക്രിസ്റ്റൽ വെക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ആ ലൈറ്റ് അപ്പുറത്തേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിന്റെ പാതയിൽ നമ്മൾ ടൂർമലിൻ ക്രിസ്റ്റൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് അല്ലെങ്കിൽ പാസ് ആക്സിസ്. അപ്പോൾ ഇതിൽ ലൈറ്റ് പതിക്കുമ്പോൾ എല്ലാ ദിശകളിലുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് അതിൽ പതിക്കുന്നുണ്ട്. സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവയെ എക്സ് കോമ്പണന്റുകളും വൈ കോമ്പണന്റുകളും ആക്കി മാത്രം സ്പ്ലിറ്റ് ചെയ്ത് വൈ കോമ്പണന്റുകളും ഡയഗ്രത്തിൽ കാണുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാ ദിശയിലും ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് പതിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പാസ് ആക്സിസിന് പാരലായിട്ടുള്ള വൈ കോമ്പണന്റുകളുണ്ട്, പാസ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് കോമ്പണന്റുകളുണ്ട്. കോമ്പണന്റുകളുടെ രൂപത്തിലല്ലാതെ പറയുകയാണെന്ന് വെച്ചാൽ പാസ് ആക്സിസുമായിട്ട് എല്ലാ ആംഗിളിലും പതിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഈ ക്രിസ്റ്റലിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ദിശകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിന് പകരമാണ് നമ്മൾ എക്സ് ആൻഡ് വൈ കോമ്പണന്റുകൾ മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഡയഗ്രം വരച്ചിരിക്കുന്നത്. ഇനി ഈ ഡയഗ്രത്തിൽ നിന്നും പുറത്തു പോകുന്ന ലൈറ്റ് പരിശോധിച്ചാൽ ഇനി ഈ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു പോകുന്ന ലൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പുറത്തേക്ക് എത്തിയ ലൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വൈ ഡാഷ് കോമ്പണന്റുകൾ മാത്രമേ ഉണ്ടാവൂ. വൈ ഡാഷ് കോമ്പണന്റുകളും എക്സ് ഡാഷ് കോമ്പണന്റുകളും കൂടെ ഉൾപ്പെട്ട ലൈറ്റ് ആയിരുന്നു ഇതിനകത്ത് പതിച്ചിരുന്നത്. എക്സ് കോമ്പണന്റുകളെയാണ് നമ്മൾ ഡോട്ടുകളായിട്ട് റിപ്രസെന്റ് ചെയ്തിരുന്നത്. വൈ കോമ്പണന്റുകളെയാണ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമുള്ള വെക്ടറുകളായിട്ട് റിപ്രസെന്റ് ചെയ്തിരുന്നത്. എന്നാൽ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റ് പരിശോധിച്ചാൽ അതിൽ വൈ ഡാഷ് കോമ്പണന്റുകൾ എന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിലുള്ള കോമ്പണന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് ഡയറക്ഷനിലുള്ള ഡോട്ടുകൾ നമ്മളിവിടെ വരയ്ക്കേണ്ടതില്ല, കാരണം അവരുണ്ടാവില്ല. അവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റല് അവരെ മുഴുവൻ അബ്സോർബ് ചെയ്യും. അതായത് ഇത്തരം ഒരു ക്രിസ്റ്റല് അതിന്റെ പാസ് ആക്സിസ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് പാരലായിട്ട് അതിൽ പതിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ മാത്രമേ അപ്പുറത്തേക്ക് കടത്തി വിടുകയുള്ളൂ. അല്ലാതുള്ളവയൊക്കെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ എല്ലാം ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്ന വേവിലെ വൈബ്രേഷൻസ് എല്ലാം ഇപ്പൊ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ മാത്രമായിട്ട് വരയ്ക്കാം. അത്തരം ഒരു വേവിനെയാണ് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന വേവ് ഈ ക്രിസ്റ്റലിന്റെ ഉള്ളിലേക്ക് പതിച്ച വേവ് അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നെങ്കിലും ക്രിസ്റ്റലിന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. യഥാർത്ഥത്തിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി തീവ്രത കുറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ഈ പതിക്കുന്ന ലൈറ്റിൽ എല്ലാ ദിശകളിലുമുള്ള വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അവയെ സൗകര്യത്തിന് വേണ്ടി എക്സ് ആൻഡ് വൈ കോമ്പണന്റുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. അപ്പോൾ പകുതി എക്സും പകുതി വൈ ഡയറക്ഷനിലെ കോമ്പണന്റുകളാക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പതിച്ച ലൈറ്റിന്റെ പകുതി മാത്രമേ ഇപ്പൊ പുറത്തേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ലൈറ്റിന്റെ തീവ്രത ഇന്റൻസിറ്റി ഈ ക്രിസ്റ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെത് ഉള്ളിലേക്ക് പതിക്കുന്ന ലൈറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. ഈ AB എന്ന് പറയുന്ന ആക്സിസ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് അതിന് പാരലായിട്ട് പതിക്കുന്ന ലൈറ്റിനെ മാത്രം പാസ് ചെയ്യുന്നതുകൊണ്ടാണ്, കടത്തി വിടുന്നതുകൊണ്ടാണ് ആ ആക്സിസിനെ പാസ് ആക്സിസ് എന്നുള്ള പേര് കൂടി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്ക് കിട്ടി. പല മെത്തേഡുകളിൽ ഉണ്ടാക്കാം. നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് ഇതാണ്. അതിനെ ഒരു ടൂർമലിൻ ക്രിസ്റ്റലിലൂടെ കടത്തി വിട്ടാൽ മതി. അതുകൊണ്ട് ടൂർമലിൻ ക്രിസ്റ്റലിന് ലൈറ്റിനെ പോളറൈസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ ക്രിസ്റ്റലിന് ഈ എക്സ്പെരിമെന്റിലെ ഡ്യൂട്ടി പോളറൈസ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ദിസ് ക്രിസ്റ്റൽ ഈസ് നോൺ ആസ് എ പോളറൈസർ. ഇതിനെ ഒരു പോളറൈസർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ മനസ്സിലാക്കിയ പോലെ ഒരു സോഴ്സിൽ നിന്നും അൺപോളറൈസ്ഡ് ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നു. എല്ലാ ദിശകളിലും ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് അതിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. സൗകര്യത്തിന് വേണ്ടി എല്ലാ ദിശകളിലും പുറത്തു വന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ നമ്മൾ അവയുടെ വൈ കോമ്പണന്റുകളും എക്സ് കോമ്പണന്റുകളും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ സോഴ്സിൽ നിന്ന് ലൈറ്റ് വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പം ഈ സോഴ്സിൽ നിന്നും പുറപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകൾ ഇങ്ങനെ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെ ആ
പോകുന്ന സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളെ നമ്മൾ അവയുടെ വൈ കോമ്പണന്റുകളായിട്ടും വൈ കോമ്പണന്റുകളാണ് വൈ വൈ ഡാഷ് വൈ കോമ്പണന്റുകളാക്കിയിട്ടും എല്ലാത്തിലും വൈ കോമ്പണന്റുകൾ വരച്ചിട്ടുണ്ട്. പിന്നെ എക്സ് കോമ്പണന്റുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോ സ്ഥലത്തും നമ്മൾ വൈ കോമ്പണന്റുകളായിട്ടും എക്സ് കോമ്പണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ് കോമ്പണന്റുകൾ, അതായത് എക്സ് ഡാഷ് എന്ന് പറയുന്ന എക്സ് കോമ്പണന്റുകളെ ഡയഗ്രത്തിൽ നമ്മൾ ഡോട്ടുകളായിട്ട്, ഇങ്ങനത്തെ കട്ടി കൂടിയ ഡോട്ടുകളായിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഒരു ടൂർമലിൻ ക്രിസ്റ്റലിലേക്ക്, അത് നമ്മൾ ക്രിസ്റ്റൽ 1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, അതിന്റെ പാസ് ആക്സിസിന് AB എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ടൂർമലിൻ ക്രിസ്റ്റലിലേക്ക് അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് കടത്തിവിട്ടാൽ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിൽ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ക്രിസ്റ്റലിൽ പതിച്ച ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെയൊക്കെ അബ്സോർബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ABക്ക് പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് മാത്രമാണ് പുറത്തു വരുന്ന ലൈറ്റിൽ ഉണ്ടാവുക. ഒരു പ്ലെയിനിൽ, ഇവിടെ ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിൽ മാത്രം വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് പുറത്തു വരുന്ന ലൈറ്റിനുള്ളൂ. അതുകൊണ്ട് അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. Now suppose that you rotate the crystal. ഈ ക്രിസ്റ്റലിനെ ഈ ലൈറ്റിന്റെ പാതയിൽ നിലനിർത്തിക്കൊണ്ട് തിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അൺപോളറൈസ്ഡ് ലൈറ്റ് ക്രിസ്റ്റലിലൂടെ കടത്തിവിട്ട് പുറത്തുള്ള ലൈറ്റിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പോളറൈസ്ഡ് ആണ് എന്നതിനോടൊപ്പം അതിന്റെ ഇന്റൻസിറ്റി ഉള്ളിൽ പതിച്ച ലൈറ്റിന്റെ അത്രയും ഉണ്ടാവില്ല. കാരണം ഇതിൽ എക്സ് വൈബ്രേഷനുകളും വൈ വൈബ്രേഷനുകളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഇൻസിഡന്റ് ലൈറ്റ് എന്ന് വെച്ചാൽ ക്രിസ്റ്റലിൽ പതിക്കുന്ന ലൈറ്റ്. എക്സ് വൈബ്രേഷനുകളും വൈ വൈബ്രേഷനുകളും എല്ലാം കൂടി ചേർന്ന ലൈറ്റ് ആണ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി തീരുമാനിക്കുന്നതിൽ. അതിൽ പകുതി ഇപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതിനകത്ത് വൈ വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എമർജന്റ് ലൈറ്റിന് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ ക്രിസ്റ്റലിനെ ഈ പൊസിഷനിൽ നിലനിർത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ ലൈറ്റ് എപ്പോഴും ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്, നമ്മൾ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് AB എന്ന് പറഞ്ഞ ആക്സിസും ക്രിസ്റ്റലിനോടൊപ്പം റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ ക്രിസ്റ്റൽ? ക്രിസ്റ്റൽ 1 നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? അതിന്റെ ഉത്തരം ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ എക്സ് ആൻഡ് വൈ വൈബ്രേഷനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മാത്രമല്ല ലൈറ്റ് ഉള്ളത്, എല്ലാ ദിശകളിലും ലൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്റ്റലിന് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ലൈറ്റ് അതിലേക്ക് പതിക്കാൻ അനുവദിക്കുമ്പോൾ, നമ്മൾ ഈ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സ് ആൻഡ് വൈ വൈബ്രേഷൻസ് ആണ് ഇതിൽ പതിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതാണ് പതിക്കുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്രിസ്റ്റലിന്റെ ആക്സിസിന് ABക്ക് പാരലായിട്ട് ഇപ്പൊ വൈബ്രേഷൻ ആണ്, അപ്പോൾ പുറത്തു വരുന്നതിൽ വൈ വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതോടൊപ്പം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഇത് തിരിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇതിൽ ഇപ്പം വൈ വൈബ്രേഷൻസ് ഇതിന്റെ ആക്സിസിന് പാരലാണ്. ഇത് തിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ് വൈബ്രേഷൻസ് വൈ വൈബ്രേഷൻസ് ഇങ്ങനെയാണ് കിടക്കുന്നത്, എക്സ് വൈബ്രേഷൻസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ ക്രിസ്റ്റലിനെ തിരിച്ച് ഇങ്ങനെ എത്തിച്ചെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ക്രിസ്റ്റലിനെ വെക്കുന്നത് വിചാരിക്കാം. ഇങ്ങനെ ക്രിസ്റ്റലിനെ വെക്കുന്ന സമയത്ത് അതിന്റെ പാസ് ആക്സിസിന് പാരലായിട്ട് ഇപ്പൊ വൈബ്രേഷൻ ഒന്നും കാണുന്നില്ല, നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല. വൈ വൈബ്രേഷൻസ് മുകളിലേക്കും താഴേക്കുമാണ്, എക്സ് വൈബ്രേഷൻസ് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടുമാണ്. അപ്പം ക്രിസ്റ്റലിന്റെ ആക്സിസിന് പാരലായിട്ട് വൈബ്രേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ക്രിസ്റ്റലിൽ നിന്നും പുറത്തേക്ക് ലൈറ്റ് വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ അവസ്ഥയിൽ നിന്നും ക്രിസ്റ്റലിനെ തിരിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ വൈ വൈബ്രേഷൻസ് ഇതിന്റെ ആക്സിന് പാരലായിട്ടുണ്ട്, നമ്മൾ തിരിക്കുമ്പോൾ വൈയും എക്സും പാരലായിരിക്കില്ല, അതുകൊണ്ട് പുറത്തേക്ക് ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെയും തിരിച്ച് 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എന്തായി മാറും? 90 ഡിഗ്രി ഇങ്ങോട്ട് 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ലൈറ്റ് എക്സ് വൈബ്രേഷൻസ് എല്ലാം ക്രിസ്റ്റലിന്റെ ആക്സിസിന് പാരലായി വരുന്ന രീതിയിലായിരിക്കും ക്രിസ്റ്റലിന്റെ ഓറിയന്റേഷൻ. അപ്പോൾ വീണ്ടും ഇതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരും. നേരത്തെ വൈ വൈബ്രേഷൻസ് വന്നിരുന്നെങ്കിൽ ഇനി വരെ എക്സ് വൈബ്രേഷൻസ് ആണ്. വീണ്ടും ഇത് അപ്പം ലൈറ്റ് സീറോ ഇന്റൻസിറ്റിയിൽ നിന്നും വീണ്ടും മാക്സിമായി. ഇനി തിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റല് എക്സും വൈയും ക്രിസ്റ്റലിന്റെ ആക്സ് പാസ് ആക്സിന് പാരൽ അല്ലാത്ത അവസ്ഥ വരും. അപ്പൊ ഇന്റൻസിറ്റി സീറോ ആയി പോകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെ തിരിച്ചാലും, ഏത് റൊട്ടേഷണൽ പൊസിഷനിൽ എത്തിച്ചാലും, നിങ്ങൾ എങ്ങനെ റൊട്ടേഷണൽ ഏത് അവസ്ഥയിൽ ഈ ക്രിസ്റ്റലിനെ തിരിച്ചെത്തിച്ചാലും ആ സമയത്തൊക്കെ ക്രിസ്റ്റലിന്റെ ആക്സിസിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസ് ഇതിൽ ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് കാരണം ഇതിൽ പതിക്കുന്നുണ്ട്. നമ്മൾ എക്സും വൈയുമായിട്ട് മാത്രം ഒതുക്കി വെച്ചത് അത് നോക്കി കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ പതിക്കുന്ന ലൈറ്റിൽ എല്ലാ ദിശകളിലും വൈബ്രേഷൻസ് ഉണ്ട്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മാത്രമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്രിസ്റ്റലിനെ തിരിക്കുന്ന സമയത്ത് എല്ലാ എപ്പോഴും അതിന്റെ പാസ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷനുകൾ അതിൽ പതിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രിസ്റ്റലിനെ തിരിച്ചാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ പോലും
റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല. അത് ഇൻസിഡന്റ് ലൈറ്റിന്റെ അത്ര ഇന്റൻസിറ്റി ഉണ്ടാവില്ല, പക്ഷെ പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻസിഡന്റ് ലൈറ്റിനേക്കാൾ കുറവായിരിക്കും. എന്നിരുന്നാലും ആ ഇന്റൻസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ക്രിസ്റ്റൽ തിരിക്കുന്നതിനനുസരിച്ച് അത് മാറില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന പോളറൈസ്ഡ് ലൈറ്റിനെ രണ്ടാമതൊരു ക്രിസ്റ്റലിലൂടെ കടത്തിവിട്ടു എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ക്രിസ്റ്റലിന് ക്രിസ്റ്റൽ 2 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പാസ് ആക്സിസ് A', B' ആണ്. ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിൽ ഈ ഡയഗ്രം പ്രകാരം Y കോമ്പണൻസ് മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. X കോമ്പണന്റുകൾ ആ ആദ്യത്തെ ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിക്കുമ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റൽ വെക്കുന്നത് ആദ്യത്തെ ക്രിസ്റ്റലിന്റെ പാസ് ആക്സിസിന് പാരലായിട്ട് രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ പാസ് ആക്സിസ് വരത്തക്ക രീതിയിലാണെങ്കിൽ, അതായത് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെയാണെങ്കിൽ, ഈ രണ്ടാമത്തെ ക്രിസ്റ്റലിലെ പാസ് ആക്സിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമേ അതിൽ പതിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിച്ച ലൈറ്റ് മുഴുവനായിട്ടും ഇന്റൻസിറ്റിയിൽ വ്യത്യാസമൊന്നും കൂടാതെ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തേക്ക് വരും. എന്നുവെച്ചാൽ ആദ്യത്തെ ക്രിസ്റ്റൽ പുറത്തു വിട്ട ലൈറ്റിന്റെ അതേ ഇന്റൻസിറ്റി തന്നെ ഉണ്ടാവും രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ക്രിസ്റ്റല് അതിന്റെ സ്ഥാനത്തിൽ വ്യത്യാസം വരുത്താതെ തിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റ് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിക്കുന്ന രീതിയിൽ, അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ രണ്ടാമത്തെ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ക്രിസ്റ്റലിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ ക്രിസ്റ്റലിനെ അതിന്റെ നേരത്തെ വരച്ച പൊസിഷനിൽ നിന്നും 90 ഡിഗ്രി തിരിച്ചപ്പോൾ കിട്ടുന്ന അവസ്ഥയാണ്. നേരത്തെ A' മുകളിൽ B' താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെയായിരുന്നു രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ പാസ് ആക്സിസ് കിടന്നിരുന്നെങ്കിൽ ഇപ്പൊ അത് പെർപെൻഡിക്കുലർ, നേരത്തെയുള്ള പൊസിഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. ആദ്യത്തെ ക്രിസ്റ്റല് ലൈറ്റിനെ അതിൽ പതിച്ചിരുന്ന അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ് ചെയ്ത് അതിലെ വൈബ്രേഷൻസ് മാത്രമാണ് ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തേക്ക് കടത്തിവിട്ടത്. ആ വൈബ്രേഷൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇപ്പൊ രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ പാസ് ആക്സിസ് കിടക്കുന്നത്. വൈബ്രേഷൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാസ് ആക്സിസ് കിടക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തേക്ക് ലൈറ്റ് ഒന്നും വരില്ല. രണ്ടാമത്തെ ക്രിസ്റ്റല് അതിന്റെ പാസ് ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ പതിക്കുമ്പോൾ മാത്രമേ ആ ലൈറ്റിനെ പുറത്തേക്ക് വിടുകയുള്ളൂ. എന്നാൽ ഇവിടെ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിക്കുന്ന ലൈറ്റ് അതിന്റെ പാസ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷനുകൾ മാത്രമുള്ള ലൈറ്റാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 ആയിരിക്കും. A', B' പാരലായിരുന്നപ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയിരുന്നു. നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ഒടുവിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ A', B' പരസ്പരം പെർപെൻഡിക്കുലർ ആവുന്ന ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 വരും. അപ്പോൾ ഒരു ക്രിസ്റ്റലിൽ നിന്നും ഇത് പോളറൈസർ ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ഏതോ ഒരു ക്രിസ്റ്റലാണ്, ടോർമലിൻ ക്രിസ്റ്റൽ ആണോ ആയിരുന്നു നമുക്ക് അറിയില്ല. ഏതോ ഒരു ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലിൽ ലൈറ്റ് പതിച്ച് അൺപോളറൈസ്ഡ് ലൈറ്റ് പതിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ രണ്ടാമതൊരു ടോർമലിൻ ക്രിസ്റ്റലിനെ ഈ ആദ്യത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്ന ലൈറ്റിന്റെ പാതയിൽ വെച്ച ശേഷം അതിനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമത്തിന്റെയും 0യുടെയും ഇടയിൽ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിച്ച ലൈറ്റ്, അതായത് ആദ്യത്തെ ക്രിസ്റ്റലിനും പുറത്തു വന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയിരുന്നു എന്നാണ്. എന്നാൽ ആദ്യത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയിരുന്നില്ല എങ്കിൽ, അതായത് ഇതൊരു പോളറൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാതയിൽ നിങ്ങൾ രണ്ടാമത്തെ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് ഈ പറയുന്ന വേരിയേഷൻ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്റ്റൽ ഈ കേസിൽ ആക്ട് ചെയ്യുന്നത് ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്യലാണ്. അതുകൊണ്ട് ഈ കേസിൽ രണ്ടാമത്തെ ക്രിസ്റ്റലിനെ നമുക്ക് അനലൈസർ എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, 2 ക്രിസ്റ്റലുകൾ ഉണ്ടെങ്കിൽ ആ 2 ക്രിസ്റ്റലുകളുടെയും പാസ് ആക്സിസുകൾ തമ്മിലുള്ള ആംഗിള് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് രണ്ടാമത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ഇന്റൻസിറ്റി വേരിയേഷൻ ഏത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇന്റൻസിറ്റി കൂടിയ ഒരു അവസ്ഥയുണ്ട്, രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയ ഒരു അവസ്ഥയുണ്ട്, അത് 0 ആയ അവസ്ഥയുമുണ്ട്. അതിന്റെ ഇടയിൽ മാക്സിമത്തിന്റെ 0യുടെയും ഇടയിൽ ഇന്റൻസിറ്റി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് AB ക്കും A', B' ഇടയിലുള്ള ആംഗിളിനെയാണ്.
അവർ തമ്മിലുള്ള ആ ഇൻറ്റൻസിറ്റിയും ഇവരുടെ പാസ് ആക്സിസുകൾ തമ്മിലുള്ള ആംഗിളിൻ്റെയും ഇടയിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലൈറ്റ് ഒരു ഒബ്സർവറുടെ ഒബ്സർവർ എവിടെയാണ് നിൽക്കുന്നതായിരിക്കാം, ഒബ്സർവറുടെ കണ്ണിലാണ് പതിക്കുന്നത്. ഒബ്സർവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒബ്സർവർക്ക് മനസ്സിലാവുന്നുണ്ട് തുടക്കത്തിൽ എ ബിയും എ ഡാഷ് ബി ഡാഷും പാരലായിരുന്ന അവസ്ഥയിൽ കണ്ണിൽ പതിക്കുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് മാക്സിമം ആയിരുന്നു. ഇപ്പോൾ ഈ അവസ്ഥയിൽ എ ബിയും എ ഡാഷ് ബി ഡാഷും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കണ്ണിൽ പതിക്കുന്നത് 0 ആണ്. അപ്പം ഇടയിലുള്ള ഒരു എ ബി എന്ന് പറയുന്ന ആക്സിസും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ആക്സിസും തമ്മിലുള്ള ആംഗിൾ 0 അല്ല 90 ഡിഗ്രിയും അല്ലാത്തൊരവസ്ഥയിലാണ് കണ്ണിൽ പതിക്കുന്നതെങ്കിൽ ഒബ്സർവർക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ആണ്, ഒബ്സർവർക്ക് കാണാൻ പറ്റുന്ന ചിത്രമാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ആ ചിത്രത്തിൽ നിന്നുമാണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ സെക്കൻഡ് ക്രിസ്റ്റലും ഈ രണ്ട് ക്രിസ്റ്റലുകളുടെ പാസ് ആക്സിസുകൾ തമ്മിലുള്ള ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പം ഈ ഡയഗ്രത്തിൽ ആദ്യത്തെ ക്രിസ്റ്റലിനെ വരച്ചിട്ടുണ്ട്. അതിന് ക്രിസ്റ്റൽ നമ്പർ 1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് തൊട്ട് മുമ്പ് നമ്മൾ ഡയഗ്രത്തിൽ രണ്ടാമത്തെ ക്രിസ്റ്റൽ അനലൈസർ എ ഡാഷ് ബി ഡാഷ് പാസ് ആക്സിലുള്ള ക്രിസ്റ്റലിനെയും വരച്ചിരുന്നു. അത് ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടാണ് ഈ ഡയഗ്രത്തിൽ വരച്ചിരിക്കുന്നത്. നേരത്തെ ഉള്ള ഡയഗ്രത്തിൽ ഒബ്സർവർ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒബ്സർവറുടെ കണ്ണിലേക്ക്, അപ്പോൾ ഒബ്സർവർ ഈ രണ്ട് ക്രിസ്റ്റലുകളുടെയും ഫേസുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ ഒബ്സർവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒബ്സർവർക്ക് കിട്ടുന്ന വ്യൂ ആണ് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ക്രിസ്റ്റലിനെ കാണാം, അതിന്റെ ഫേസ് കാണാം, അതേപോലെ രണ്ടാമത്തെ ക്രിസ്റ്റലിനെയും കാണാം, അതിന്റെയും ഫേസ് കാണാം. ആ രണ്ട് ക്രിസ്റ്റലുകളും പരസ്പരം ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദൃശ്യമാണ് കിട്ടുക. ആദ്യത്തെ ക്രിസ്റ്റലിനെയാണ് ബോൾഡായിട്ട് വരച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ക്രിസ്റ്റലിനെയാണ് ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ രണ്ട് ക്രിസ്റ്റലുകളുടെയും പാസ് ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ 0 അല്ല 90 അല്ല, അവയ്ക്കിടയിലുള്ള ഒരു ആംഗിളാണ്. 0 ആണെങ്കിൽ ഇന്റൻസിറ്റി എത്ര നമുക്കറിയാം, മാക്സിമം ആണ്. 90 ആകുമ്പോൾ ഈ രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് 0 ആണ് എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പതിക്കുന്ന ലൈറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പതിക്കുന്ന ലൈറ്റിന്റെ ഇക്വേഷൻ y ഈക്വൽസ് a sin omega t. ഇത് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ നമ്മൾ അതിന്റെ വേവിന്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇതാണ് വേവിന്റെ റിപ്രസെന്റേഷൻ എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആണ് എ എന്ന് വിളിക്കുന്നത്. വൈ ഡയറക്ഷനിലുള്ള വൈബ്രേഷൻസ് മാത്രമാണ് ഇപ്പം ആദ്യത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്ന ലൈറ്റിലുള്ളത്. അത് ഈ രണ്ട് ക്രിസ്റ്റലുകളുടെയും പാസ് ആക്സിസുകൾ പാരലാവുന്ന സമയത്ത് ആ വൈബ്രേഷനുകൾ മുഴുവനായിട്ടും എ ഡാഷ് ബി ഡാഷിനും പാരലായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയിരുന്നു. ഇനി ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ആദ്യത്തെ ക്രിസ്റ്റലിന്റെ ഉള്ളിലേക്ക് പതിച്ച ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ആദ്യത്തെ ക്രിസ്റ്റലിനും പുറത്തു വരുന്നത് ഇതാണ് ആദ്യത്തെ ക്രിസ്റ്റലെങ്കിൽ, നമ്മൾ തൊട്ടുമുമ്പ് മായ്ച്ച കളഞ്ഞ ഡയഗ്രാം, ഇതാണ് ആദ്യത്തെ ക്രിസ്റ്റലെങ്കിൽ ഈ ലൈറ്റ് ആണ് ആദ്യത്തെ ക്രിസ്റ്റലിലേക്ക് പതിക്കുന്ന ലൈറ്റിന്റെ ഇക്വേഷൻ. ഇതാണ് ആദ്യത്തെ ക്രിസ്റ്റലിലേക്ക് പതിക്കുന്ന ലൈറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ അതിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആണ്, അതിന്റെ ഷേപ്പാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി, തീവ്രത, ഇന്റൻസിറ്റി ഓഫ് എ വേവ് അതിന്റെ ആംപ്ലിറ്റ്യൂഡുമായിട്ട് ഇങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്റൻസിറ്റി ഓഫ് എ വേവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, ഇങ്ങനെ പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഐ ആണെങ്കിൽ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. ഇതിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എ എന്ന് പറയുന്നത്. ഈ എയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണ് ഇതിൽ നിന്നും ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എ സ്ക്വയർ. എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് രണ്ടാമത്തെ ക്രിസ്റ്റലിലേക്ക് പതിക്കുന്നു. രണ്ടാമത്തെ ക്രിസ്റ്റലിലേക്ക് പതിക്കുന്ന സമയത്ത് അപ്പൊ നമുക്കിത് ഇവിടെ നിന്ന് എഴുതിയേക്കാം. ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ സ്ക്വയർഡ് ആണ്. ഇതായിരുന്നു റിലേഷൻഷിപ്പ്. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർഡ്. എ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആയിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഷേപ്പ്. അതിന്റെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എ ആണ്. അതിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സോ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഫസ്റ്റ് ക്രിസ്റ്റൽ ഈസ് proportional to a squared, or intensity of light coming out of the first crystal is equal to k into a squared, where k is the proportionality constant. ഇനി ആദ്യത്തെ ക്രിസ്റ്റലും രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെയും
പാസ് ആക്സിസുകൾ പരസ്പരം പാരലൽ ആണ് എന്ന് വിചാരിക്കുക. എ ബിയും രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ പാസ് ആക്സിസ് ആയ എ ഡാഷ് ബി ഡാഷും പരസ്പരം പാരലൽ ആണ് എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എ ബിക്കും എ ഡാഷ് ബി ഡാഷിനും ഇടയിലുള്ള ആംഗിൾ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന് വൈ വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. ആ വൈബ്രേഷൻസ് എല്ലാം തന്നെ രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ പാസ് ആക്സിസിനും പാരലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റ് യാതൊരു ഇന്റൻസിറ്റി വേരിയേഷനും കൂടാതെയാണ് ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന അതേ ഇന്റൻസിറ്റി തന്നെ രണ്ടാമത്തേലും ഉണ്ടാവും. എന്നാൽ ഈ ക്രിസ്റ്റലിനെ മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇതിനെ ഇതേപടി നിലനിർത്തിയിട്ട്, എന്നിട്ട് എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ബിക്ക് ഇടയിൽ തീറ്റ ആംഗിൾ ഉണ്ടാകുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചെന്ന് വിചാരിക്കാം. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രം. അപ്പം ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ, ആ ആംപ്ലിറ്റ്യൂഡ് ആണ് ഞാൻ വരയ്ക്കുന്നത്, ഈ ഹൈറ്റ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. എ ആണ് ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയുണ്ടാവും? രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരിക ഈ വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറിന് ഈ ദിശയിൽ ഒരു കോമ്പണന്റ് ഉണ്ടാവും, ഈ ദിശയിൽ ഒരു കോമ്പണന്റ് ഉണ്ടാവും. അതായത് രണ്ടാമത്തെ ക്രിസ്റ്റലിന് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ആ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സിനെ മാത്രമേ പുറത്തു വിടാനുള്ള കഴിവുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ എ ഡാഷ് ബി ഡാഷിന് പാരലായിട്ട് ഈ ദിശയിൽ ഇയാളുടെ കോമ്പണന്റ് എത്രയുണ്ടോ അത് മാത്രമേ ഇയാൾക്ക് പുറത്തു വിടാൻ പറ്റുള്ളൂ. ആ കോമ്പണന്റ് എത്രയാ വരിക? ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിക്കുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡും എ തന്നെയാണ്. ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റാണ് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ പതിക്കുന്നത്. ആ എയുടെ ദിശ ഇതാണ്. ആ എയില് ഈ ദിശയിൽ എത്ര കോമ്പണന്റ് ഉണ്ടോ അത് മാത്രമേ രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. എത്ര കോമ്പണന്റ് ഉണ്ടാവുക? എ കോസ് തീറ്റയാണ്. ഈ വെക്ടറിന്റെ ഈ ദിശയിലുള്ള കോമ്പണന്റ് എ കോസ് തീറ്റയാണ്. അത് രണ്ടാമത്തെ ക്രിസ്റ്റലിന് അതിന്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡിനെ മാത്രമേ പുറത്തു വിടാൻ കഴിയുകയുള്ളൂ. അതായത് വെർട്ടിക്കൽ ആയിട്ട് പതിച്ച വെക്ടർ എയുടെ ഈ ദിശയിൽ വരുന്ന കോമ്പണന്റിനെ മാത്രമേ രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തേക്ക് വിടാൻ പറ്റുകയുള്ളൂ. ആ കോമ്പണന്റ് ഈ വെക്ടറിന്റെ ഈ ദിശയിലുള്ള കോമ്പണന്റ് എ കോസ് തീറ്റയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇന്റൻസിറ്റി ഐ ഡാഷ് ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ആദ്യത്തെ ക്രിസ്റ്റലിന് എ ഹൈറ്റ് ഉള്ള ആംപ്ലിറ്റ്യൂഡ് ആണ് ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിനുള്ളതെങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന് അത്രയും ഉണ്ടാവില്ല. രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ കോസ് തീറ്റയെ ഉണ്ടാവും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എ കോസ് തീറ്റയെ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി. സോ അത് ഐ ഡാഷ് ആണെങ്കിൽ ഐ ഡാഷ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. അതാണ് രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന വേവിന്റെ മാക്സിമം ഹൈറ്റ്. അതിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ഡാഷ് ഇസ് ഈക്വൽ ടു എ സ്ക്വയേർഡ് ഐ ഡാഷ് is proportional to a squared cos squared theta, or I dash is equal to the same constant of proportionality k into a squared cos squared theta. Now what is k a squared? K a squared is the intensity of light coming out of the first crystal. ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് കെ എ സ്ക്വയർഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഐ നാട്ടിരുന്നത്. therefore രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഐ കെ എ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കോസ് സ്ക്വയേർഡ് തീറ്റ. അതായത് രണ്ട് പോളറൈസറുകൾ പരസ്പരം ചരിഞ്ഞിരിക്കുന്ന ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ പോളറൈസറിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആയ ഐയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻ ആണ് ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ഐ കോസ് സ്ക്വയേർഡ് തീറ്റ. ഈ റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആദ്യത്തെ ക്രിസ്റ്റലിന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് ഈക്വൽ ആവുക എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം അറിയാം. ഈ രണ്ട് ആക്സിസുകളും എ ബിയും എ ഡാഷ് ബി ഡാഷും പാരലൽ ആകുമ്പോഴാണ്. അത് ഈ ഇക്വേഷൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കൂ. ആ സമയത്ത് തീറ്റയുടെ വാല്യൂ 0 ആണ് വരിക. കോസ് സ്ക്വയർഡ് 0 വരും. കോസ് 0 is 1 and therefore I dash is equal to I വരും. ഇനി ഈ രണ്ട് ആക്സിസുകളും പരസ്പരം പെർപെൻഡിക്കുലർ ആകുമ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്നും ലൈറ്റ് പുറത്ത് വരരുതെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ ഈ ഇക്വേഷനും അക്കാര്യം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി കൊടുത്താൽ കോസ് 90 0. അപ്പം ആ കേസിൽ ഐ ഡാഷിന്റെ വാല്യൂ 0 വരും എന്നർത്ഥം.
വീണ്ടും നമ്മൾ അതേ ദിശയിൽ തന്നെ തിരിച്ചുകൊണ്ടിരുന്നാൽ ഇൻറ്റൻസിറ്റി വീണ്ടും മാക്സിമം ആവും. 180 വരുന്ന സമയത്ത് ആംഗിൾ 180 വരുന്ന സമയത്ത് വീണ്ടും മാക്സിമം ആവും. അഗെയിൻ വീണ്ടും തിരിച്ച് 270 ആകുമ്പോൾ ഇൻറ്റൻസിറ്റി 0 ആയി മാറും. അഗെയിൻ ഇവർ തമ്മിലുള്ള ആംഗിൾ 360 ഡിഗ്രി ആകുമ്പോൾ എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ രണ്ടാമത്തെ ക്രിസ്റ്റലിനെ തിരിച്ചെത്തിക്കുമ്പോൾ ഇൻറ്റൻസിറ്റി വീണ്ടും മാക്സിമം ആവും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ അൺപോളറൈസ്ഡ് ലൈറ്റിനെ എങ്ങനെയാണ് പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കി ഒരു ടൂർമലിൻ ക്രിസ്റ്റൽ ഉപയോഗിച്ച്. സാധാരണ ഈ പോളറൈസേഷന് വിധേയമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് പോളറൈസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഉപയോഗിച്ചിരുന്ന ടൂർമലിൻ ക്രിസ്റ്റൽ ഒരു പോളറൈസർ കൂടിയാണ്. പ്രകൃതിയിൽ സാധാരണ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളിലും പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതിലൊരു പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ്റെ സമയത്തും പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡയഗ്രത്തിൽ AO ഒരു ഇൻസിഡന്റ് ലൈറ്റ് ബീമാണ്. അത് അൺപോളറൈസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിനകത്ത് Y ഡയറക്ഷനിലുള്ള വൈബ്രേഷനാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. X ഡയറക്ഷനിലുള്ള വൈബ്രേഷനുകൾ ബോർഡിന് പെർപെൻഡിക്കുലർ ആണ്. അതാണ് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. എല്ലാ ദിശകളിലും വൈബ്രേഷനുകൾ ഉണ്ടായിരുന്നു. സൗകര്യത്തിന് വേണ്ടി നമ്മൾ അവയെ X ആൻഡ് Y കോമ്പണന്റുകളാക്കി റിപ്രസെന്റ് ചെയ്തു. ഈ കാണിച്ചിരിക്കുന്നതാണ് Y ഡയറക്ഷനിലുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷനിലുള്ള Y വൈബ്രേഷനുകളാണ്, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഡോട്ടുകൾ X വൈബ്രേഷനുകളെയാണ് കാണിക്കുന്നത്. X ഡാഷ് എന്നാണ് നമ്മൾ അതിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസിഡന്റ് ബീം അൺപോളറൈസ്ഡ് ആയതുകൊണ്ട് അതിനകത്ത് Y വൈബ്രേഷൻസും ഉണ്ട്. ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബോർഡിന്റെ പുറത്തേക്കും ഉള്ളിലേക്കും ഉള്ള X വൈബ്രേഷൻസും ഉണ്ട്. ആ ലൈറ്റ് മീഡിയം 1നെയും മീഡിയം 2നെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ സർഫസിൽ, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് അപ്പർ ഈ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് മീഡിയം 1നെയും മീഡിയം 2നെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ സർഫസിൽ പോയി പതിക്കുകയാണ് ഈ ലൈറ്റ് പോയിന്റ് ഓയിൽ. ഇതൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്, എന്ന് വെച്ചാൽ ലൈറ്റിനെ കടത്തി വിടുന്ന മീഡിയമാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് മറ്റൊരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് പ്രവേശിക്കുന്ന സമയത്ത് ആ പതിക്കുന്ന ലൈറ്റിൻ്റെ ഒരു ഭാഗം റിഫ്രാക്ഷന് വിധേയമാകും. എന്ന് വെച്ചാൽ ഈ ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് പ്രവേശിക്കും. മറ്റൊരു ഭാഗം പതിക്കുന്ന സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ മീഡിയത്തിലേക്ക് തന്നെ സഞ്ചരിക്കും. അതായത് ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്കാണ് ലൈറ്റ് പതിക്കുന്നതെങ്കിൽ, ചരിഞ്ഞ് പതിക്കുന്നതെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും സംഭവിക്കും. ഈ റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും ഒക്കെ അതാതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ നോർമലാണ് ഈ ഡോട്ടഡ് ലൈൻ. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ഈസ് ഗ്രേറ്റർ ദാൻ ആദ്യത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ഇപ്പൊ ചരിഞ്ഞ് പതിക്കുന്നത്. മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പതിക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഇനി റിഫ്രാക്റ്റഡ് ലൈറ്റിന്റെ പാതയാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ വരയ്ക്കുന്നത് റിഫ്രാക്റ്റഡ് ലൈറ്റ് ആണ്. റിഫ്രാക്റ്റഡ് ലൈറ്റ് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇതേപോലെ ഈ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഒരു ഭാഗം റിഫ്രാക്ട് ചെയ്ത പോലെ മറ്റൊരു ഭാഗം റിഫ്ലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് മീഡിയത്തിലേക്ക് തന്നെ സഞ്ചരിക്കും. മറ്റൊരു ദിശയിൽ, ഈ ദിശയിൽ ഫസ്റ്റ് മീഡിയത്തിലേക്ക് തന്നെ സഞ്ചരിക്കും. ഇത് റിഫ്രാക്റ്റഡ് ലൈറ്റ്, ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇതാണ് ഈ കേസിലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തുല്യമായിരിക്കണം. അതായത് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തുല്യമായിരിക്കണം. അതുകൊണ്ട് ഈ ആംഗിളും I തന്നെയാണ്.
ഇങ്ങനെയുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റിനെയും റിഫ്രാക്റ്റഡ് ലൈറ്റിനെയും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ രണ്ട് ലൈറ്റുകളും പാർഷ്യലി പോളറൈസ്ഡ് ആണ്. എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് അല്ല, ഭാഗികമായി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. എന്നുവെച്ചാൽ രണ്ട് പേരിലും വൈ വൈബ്രേഷൻസും ഉണ്ടാവും, എക്സ് വൈബ്രേഷൻസും ഉണ്ടാവും. പക്ഷെ മുഴുവനായിട്ട് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എല്ലാ സ്ഥലത്തും എക്സ് വൈബ്രേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പാർഷ്യലി പോളറൈസ്ഡ് ആയിട്ടുള്ള റിഫ്രാക്റ്റഡ് ലൈറ്റിനെയാണ് നമ്മൾ ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത്. അതിനകത്തുള്ള വൈബ്രേഷൻസിനെയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇപ്പം റിഫ്രാക്റ്റഡ് ലൈറ്റിൽ ഉള്ള വൈ വൈബ്രേഷൻസ് ആണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അതേപോലെ ഇതിനകത്ത് കുറച്ചൊക്കെ എക്സ് വൈബ്രേഷൻസ് ഉണ്ടാവും. എല്ലാത്തിലും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ കാണിക്കാനായിട്ട് ഇടവിട്ടിട്ടൊക്കെയാണ് എക്സ് വൈബ്രേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ എവിടെയൊക്കെ വൈ വൈബ്രേഷൻസ് ഉണ്ട് അവിടെയൊക്കെ എക്സ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, എക്സിന്റെ എണ്ണം കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് അതിനെ പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റും ഉണ്ടാവുക. അതും പാർഷ്യലി പോളറൈസ്ഡ് ആണ്. എന്നാൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ ആ കേസിലെ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പതിച്ചാലും റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് അല്ല. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ലൈറ്റ് പതിക്കുന്നതെങ്കിൽ ആ കേസിലുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റ് മാത്രം കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ആ സമയത്തെയും റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് മാത്രമാണ്. എന്നുവെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് പോളറൈസേഷൻ സംഭവിക്കുന്നില്ല, റിഫ്ലക്റ്റഡ് ലൈറ്റിന് കംപ്ലീറ്റ്ലി പോളറൈസേഷൻ സംഭവിക്കുന്നു. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് മാറുന്നത് ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, അല്ലെങ്കിൽ ബ്രൂസ്റ്റർ ആംഗിൾ എന്നും പറയാറുണ്ട്. നമ്മൾ അതിനെ IP എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ബ്രൂസ്റ്റർ ആംഗിൾ IP. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും IP തന്നെയാണ്. ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും IP തന്നെയാണ്. അപ്പോൾ when the angle of incidence is equal to the Brewster angle, then the reflected ray is completely plane polarized. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആവുന്ന സമയത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. അതിനകത്ത് എക്സ് വൈബ്രേഷൻസ് മാത്രമേ ഉണ്ടാവൂ, വൈ വൈബ്രേഷൻസ് ഉണ്ടാവില്ല. ബോർഡിലൂടെയാണ് പതിക്കുന്നതെങ്കിൽ, ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിലൂടെയാണ് പതിക്കുന്നതെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് വൈബ്രേഷൻസ് മാത്രമേ റിഫ്ലക്റ്റഡ് റേയിൽ ഉണ്ടാവുകയുള്ളൂ, വൈ വൈബ്രേഷൻസ് ഉണ്ടാവില്ല. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആവുന്ന സമയത്ത്, ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ പറഞ്ഞത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആവുന്ന സമയത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ആ കേസിൽ വൈബ്രേഷൻസ് മുഴുവൻ, ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് പതിക്കുന്ന പ്ലെയിനിൽ, ലൈറ്റ് സഞ്ചരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ, ആ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ ആ കേസിലെ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവർ രണ്ടുപേരും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് X എന്നും ഈ പോയിന്റ് O, ഈ പോയിന്റ് Y എന്നും ഈ പോയിന്റ് Z എന്നും വിളിക്കാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആവുന്ന സമയത്ത് എന്നതിന്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് ഇനി എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആംഗിൾ XOY. ആംഗിൾ XOY, ഇതാണ് ആംഗിൾ XOY പ്ലസ് ആംഗിൾ YOZ. ഇതും ഈ ആംഗിളും കൂട്ടിയ 90 ഡിഗ്രി കിട്ടുന്ന, ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ആംഗിളിന്റെയും വാല്യൂ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിൾസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. വാട്ട് ഈസ് ആംഗിൾ XOY? ആംഗിൾ XOY എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൽ നിന്ന്, ഈ കാണിച്ചിരിക്കുന്ന മൊത്തം ആംഗിൾ 90 ആണ്. ഈ മൊത്തം ആംഗിളായ 90 ഡിഗ്രിയിൽ നിന്നും ആംഗിൾ IP കുറച്ചാൽ കിട്ടുന്നതാണ് ആംഗിൾ XOY. സോ XOYക്ക് പകരം 90 മൈനസ് IP എന്ന് എഴുതാം.
പ്ലസ് ആംഗിൾ വൈ ഒ സെഡ്. ആംഗിൾ വൈ ഒ സെഡ് എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ വരച്ചിരിക്കുന്ന വര നോർമൽ ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രി ആംഗിളിൽ നിന്നും ഇത്രയും ആംഗിൾ ആർ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആംഗിൾ വൈ ഒ സെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ആറിനെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ ആർ പി എന്ന് വിളിക്കാം. ഇവിടെ ഒരു പി ഇട്ടതുകൊണ്ട് ഇവിടെയും ആ പർട്ടിക്കുലർ കേസിലുള്ള ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കാണിക്കാൻ ഇവിടെ നമുക്ക് ആർ പി എന്ന് വിളിക്കാം. അപ്പോൾ ആംഗിൾ വൈ ഒ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രി, ഈ കാണിച്ചിരിക്കുന്ന 90 ഡിഗ്രിയിൽ നിന്നും ആംഗിൾ ആർ പി കുറച്ചാൽ കിട്ടുന്നതാണ്. സോ ആംഗിൾ വൈ ഒ സെഡ് ഈസ് 90 മൈനസ് ആർ പി. ഇത് രണ്ടും കൂടെ കൂട്ടി, ഇതും കൂടെ കൂട്ടിയാൽ 90 കിട്ടും. ഇതിന് പകരം എഴുതി. സോ ഈക്വൽ ടു 90 ഡിഗ്രി. ഈ 90യും ഈ 90യും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ആർ പി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ആർ പി ഇസ് ഈക്വൽ ടു 90 മൈനസ് ഐ പി. ആർ പി ഇസ് ഈക്വൽ ടു 90 മൈനസ് ഐ പി. ഇനി നമ്മൾ ഈ റിഫ്രാക്ഷനിൽ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് N2 by N1 is equal to refractive index of the medium through which refracted light is traveling divided by refractive index of the medium through which incident light is traveling. N2 by N1 is equal to sin IP, angle of incidence IP ആണ്, sin IP divided by angle of refraction RP ആണ്. Angle of refraction RP ആണ്, sin IP divided by sin RP. ഇനി RP ക്ക് പകരം ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു sin IP divided by sin RP ക്ക് പകരം 90 മൈനസ് IP. Which is equal to sin IP divided by sin 90 minus RP is cos RP. Sorry, sin 90 minus IP is cos IP. Which is equal to tan IP. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആവുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡെൻസർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ റെയറർ മീഡിയം എന്ന് പറയുന്നത് N2 by N1 എന്ന് പറയുന്നത് ടാൻ ഓഫ് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആണ് എന്നർത്ഥം. ഈ നിയമത്തിനെയാണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് വിളിക്കുന്നത്. ഇനി പുറത്തുള്ള മീഡിയം, ഈ റെയറർ മീഡിയം എയർ ആണ് എന്ന് വിചാരിക്കും. എയർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അപ്പോൾ എന്തായിരിക്കും ഈ ഇക്വേഷന് മാറ്റം വരിക? In that case, if the rarer medium is air or vacuum, then in that case N1 is equal to 1 and therefore absolute refractive index of the denser medium, ഈ മീഡിയത്തിന്റെ absolute refractive index N2 is equal to tan IP. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി പോളറൈസേഷൻ കാണിക്കുന്നത് തരംഗങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റേ ഓപ്റ്റിക്സിന് പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയത്. അതിൽ ലൈറ്റിനെ ഒരു തരംഗമായിട്ടല്ല കണക്കാക്കുന്നത്. രണ്ട് തരം വേവുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് ഒരിക്കലും പോളറൈസേഷന് വിധേയമാവാൻ പറ്റില്ല. ട്രാൻസ്വേഴ്സ് വേവ്സിന് മാത്രമാണ് പോളറൈസേഷൻ സംഭവിക്കുക. അതുകൊണ്ട് ലൈറ്റ് പോളറൈസേഷന് വിധേയമാകുന്ന ഒരു വേവ് ആണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വെളിവാകുന്നത് ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ കൂടിയാണ്. സോ ദ ഫാക്ട് ദാറ്റ് ലൈറ്റ് അണ്ടർഗോസ് പോളറൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതുകൊണ്ട് ഒരിക്കലും സൗണ്ടിന് പോളറൈസേഷന് വിധേയമാകാൻ പറ്റില്ല. Okay.